നാം എല്ലാവരും അത് ഒരു വ്യത്യാസവുമില്ലാതെ, കക്ഷി വ്യത്യാസമില്ലാതെ, ജാതി വ്യത്യാസമില്ലാതെ ഒരുപോലെ ആദരിക്കുന്ന ഒരു മഹാനുഭാവിയുടെ മനോഹരമായ ഓർമ്മയാണ് പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി എന്ന കുഞ്ഞു എന്ന ഞങ്ങളുടെ ഉമ്മൻചാണ്ടി എന്ന് വിളിക്കുന്ന ഒരു പ്രിയപ്പെട്ട മഹാനുഭാവിയുടെ ഓർമ്മ. രാഷ്ട്രീയ ലോകത്തിലെ അതുല്യ നായകൻ. എല്ലാവർക്കും രാഷ്ട്രീയത്തിലാകാം, മതത്തിലുമാകാം. പക്ഷെ അതുല്യത കീപ്പ് ചെയ്യുന്നത് അത് പ്രയാസകരമായ ഒന്നാണ്. അങ്ങനെ അതുല്യത കാത്തു സൂക്ഷിച്ച അതിമനോഹരമായ ഒരു വിശുദ്ധ ജീവിതം നയിച്ച ഒരു മനുഷ്യൻ്റെ നല്ല ഓർമ്മയാണ്. ഇതൊരു പങ്കാളിത്ത മനോഭാവമുള്ള ഓർമ്മയാണ് എന്ന് പറയുവാനുള്ള പ്രധാനപ്പെട്ട കാരണം. വിശുദ്ധ വേദപുസ്തകത്തിൽ താലന്തിൻ്റെ ഉപമയെക്കുറിച്ച് പറയുന്നുണ്ട്. 5 കൊടുത്തത്, 2 കൊടുത്തത്, 1 കൊടുത്തത്. 5 കൊടുത്തവൻ 5 കൂടി ഉണ്ടാക്കി, 2 കൊടുത്തവൻ 2 കൂടി ഉണ്ടാക്കി, 1 കൊടുത്തവൻ അതിനെ കുഴിച്ച് ഇട്ട് നശിപ്പിച്ചു കളഞ്ഞു. പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മഹാനുഭാവിയെ നാം അനുസ്മരിക്കുമ്പോൾ 5ന്റെ ഗണത്തിൽ തന്നെ നമുക്ക് നിർത്താവുന്ന ഒരാളാണ്. ദൈവം അദ്ദേഹത്തിന് 5 കൊടുത്തുവെങ്കിൽ അതിനെ എത്രമാത്രം ഇരട്ടിപ്പിക്കാമോ അതിമനോഹരമായി ഇരട്ടിപ്പിച്ച് ജീവിതത്തെ ദൈവജനത്തിനു വേണ്ടി, അവിടെയും ജാതി മതവും ഒന്നുമില്ല, ദൈവത്തിന്റെ സൃഷ്ടിക്ക് വേണ്ടി ഹോമിച്ച ഒരു മനുഷ്യനാണ് അദ്ദേഹം എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം, ദൈവം തമ്പുരാൻ കർത്താവ് 5 കൊടുത്തവനോട് പറഞ്ഞത്, നല്ലവനും വിശ്വസ്തനുമായ ദാസ, നിന്നെ അധികത്തിൽ വിചാരകനാക്കും എന്ന മനോഹരമായ ഒരു പ്രതിഫലം. അദ്ദേഹം മരിച്ചിട്ട് 1 വർഷമായി. എങ്കിലും ദൈവം തമ്പുരാൻ അദ്ദേഹത്തെ അധികത്തിൻ്റെ വിചാരകനാക്കി മാറ്റി എന്നുള്ളതാണ് നാം കാണുന്ന കാഴ്ച. പുതുപ്പള്ളി പള്ളിയുടെ അങ്കണത്തിൽ ഇപ്പോൾ നിത്യതയിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഈ പ്രിയപ്പെട്ടവൻ്റെ കല്ലറയിലേക്ക് ദിനം പ്രതി കടന്നു വരുന്ന ജനവും അവിടെ വന്ന് കണ്ണുനീരൊഴുക്കുന്ന ആളുകളെയും കാണുമ്പോൾ ദൈവം അദ്ദേഹം ജീവിച്ചിരുന്നതിനേക്കാൾ കൂടുതൽ താലന്തുകൾ അദ്ദേഹം കൊടുത്ത ദൈവത്തിന് കണക്ക് കൊടുത്തപ്പോൾ ആ കണക്ക് കൃത്യമായി ദൈവം ഏൽക്കി, സ്വീകരിച്ച കണക്കിന് തക്കതായ വലിയ പ്രതിഫലം അധികത്തിൽ വിശ്വസ്തനെ അധികത്തിന്റെ വിചാരനാക്കി മാറ്റി എന്ന ഒരു മനോഹര കാഴ്ചയാണ് നാം ഇവിടെ കാണുന്നത്. എല്ലാവരുടെയും ജീവിതം ചിലപ്പോൾ ഒരുപാട് നിഷേധാത്മകമായ പാഠങ്ങൾ നൽകാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ നിഷേധാത്മക പാഠങ്ങൾ നൽകുന്നതിനെയും അതിനെ ഋണാത്മകമായി മാറ്റുവാനായി കഴിവുള്ള ഒരു പാഠപുസ്തകമായി പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി നിൽക്കുന്നു എന്നത് നമുക്ക് അതിശയത്തോടെയും അതുപോലെ തന്നെ അത്ഭുതത്തോടെ നോക്കിക്കാണുക മാത്രമാണ് ഇവിടെ കരണീയമായിട്ട് ഇരിക്കുന്നത്. ചില ആളുകളെ നമുക്ക് നിർവചിക്കുവാനായിട്ട് പറ്റും, എന്നാൽ ചില ആളുകളെ അവർ നമ്മുടെ നിർവചനങ്ങൾക്ക് അതീതമാണ്. ദൈവത്തെക്കുറിച്ച് നാം പറയുന്നത്, ദൈവത്തെ നമുക്ക് വിളിക്കാം, പക്ഷെ ദൈവത്തെ നിർവചിക്കരുത് എന്നാണ്. ദൈവത്തെ നാം വിളിക്കുന്നു, പക്ഷേ നിർവചിക്കുവാനായിട്ട് പ്രയാസമാണ് എന്നത് വളരെ വ്യക്തമാണ്. ദൈവത്തിൻ്റെ സൃഷ്ടിയിലും ചില ആളുകളെക്കുറിച്ചും ചില സൃഷ്ടികളെക്കുറിച്ചും അത് അക്ഷരികമായി അർത്ഥവത്താകുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. ആരാണ് പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാർ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് നിർവചിക്കാൻ കഴിയുന്നത്? പ്രയാസകരമാണ്. ഞാൻ ഇന്നലെ തിരുവനന്തപുരത്തുള്ള അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ അവിചാരിതമായും സന്ദർശിച്ചപ്പോൾ അവിടെ ഇരുന്ന പീഠത്തിലിരിക്കുന്ന ഒരു കവിതാ പുസ്തകം കാണുകയുണ്ടായി. അത് വീട്ടുകാർക്ക് ശ്രദ്ധിച്ചോന്നറിയിക്കാൻ മേല. ഞാനതെടുത്ത് ഓരോ പേജും മറിച്ചു നോക്കി. അതിനകത്ത് എഴുതിയിരിക്കുന്ന വാക്കുകൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. മനോഹരമായ ചില നിർവചനങ്ങളാണ് അദ്ദേഹത്തെക്കുറിച്ച് ആ കവിതാ സമാഹാരത്തിലൂടെ കാണുവാനായിട്ട് ഇടയായത്. ഞാൻ അവിടെ ഇരുന്ന് ചിന്തിച്ചു, ഇദ്ദേഹം അതിനും അപ്പുറം നിൽക്കുന്ന ഒരാളാണ്. ഹി ഈസ് ബിയോണ്ട് അവർ ഡെഫിനിഷൻ എന്നുള്ളതാണ്. രാഷ്ട്രീയ ലോകത്തിലുള്ളവരായാലും മതലോകത്തിലുള്ളവരായാലും സാഹിത്യ ലോകത്തിലുള്ളവരായാലും ചില ആളുകളെക്കുറിച്ച് അവർ നിർവചിക്കാൻ ശ്രമിക്കുമ്പോൾ അവരതിനും അപ്പുറമായി നിൽക്കുന്നു എന്ന കാഴ്ചയാണ്
നാം ഈ ഇന്നത്തെ ഓർമ്മയിലെ പുരുഷനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്കുള്ളത് എന്ന് ഞാനിന്ന് പ്രത്യേകമായി സ്മരിച്ചു കൊള്ളട്ടെ. അദ്ദേഹത്തിൻ്റെ കബറിടത്തിൽ ഒരു മനോഹരമായ വേദവാക്യം എഴുതി വച്ചിട്ടുണ്ട്. ആ മനുഷ്യൻ നീതിമാനായിരുന്നു എന്നുള്ളതാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത്. ആ മനുഷ്യൻ നീതിമാനായിരുന്നു എന്നത് കർത്താവിനെ കുറിച്ച് കർത്താവിനെ ഉപദ്രവിച്ചവർ പറഞ്ഞ ഒരു കാര്യമാണ്. ക്രിസ്തു കാൽവരി ക്രൂശിൽ പിടഞ്ഞു മരിച്ച സമയത്ത് നൽകിയ ക്ഷമയുടെയും സ്നേഹത്തിൻ്റെയും അവിടെ നടന്ന അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയൊക്കെ കാഴ്ചകൾ കണ്ട് കർത്താവിനെ ദ്രോഹിച്ചവർ ഉറക്കെ വിളിച്ചു പറഞ്ഞ ഒരു കാര്യമാണ് ആ മനുഷ്യൻ നീതിമാനായിരുന്നു എന്നത്. അത് കർത്താവിനെ കുറിച്ച് മാത്രം വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഒരു വാചകമാണ്. അത് പിന്നെ ഞാൻ ഇവിടെ ഭൂമിയിൽ കണ്ടത് ആ കബറിടത്തിൻ്റെ മുകളിലാണ്. ഇവിടുത്തെ കബറിടത്തിൻ്റെ മുകളിലാണ്. ഇവിടുത്തെ മനുഷ്യന്റെ മനസ്സിൽ ആ മനുഷ്യൻ നീതിമാനായിരുന്നു എന്ന് ഉറച്ച് വിളിച്ചു പറയത്തക്കണമുള്ള എന്തൊക്കെയോ അദ്ദേഹം സൃഷ്ടിച്ചു നൽകി എന്നത് നാം കാണുന്ന ഒരു കാഴ്ചയാണ്. എൻ്റെ ചിന്തയിൽ അദ്ദേഹത്തെ മുഖാമുഖം കണ്ട് സ്നേഹിച്ചവരെക്കാൾ കൂടുതൽ ആ മനുഷ്യൻ നീതിമാനായിരുന്നു എന്ന് വിളിച്ചു പറയുന്നത് അദ്ദേഹത്തെ ദ്രോഹിച്ചവരാകുന്നു എന്നത് അദ്ദേഹത്തിൻ്റെ മരണശേഷം കാണുന്ന ഒരു കാഴ്ചയാണ് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യമാണ് ആ കബറിടത്തിന് മുകളിലെ വിശുദ്ധ വേദവചനത്തിലൂടെ പ്രകടമാകുന്നത് എന്ന് ഞാനൊന്ന് ഓർപ്പിച്ചു കൊള്ളട്ടെ. എനിക്ക് കൂടുതൽ പറയാനായിട്ട് പറ്റുന്നില്ല. വിശുദ്ധ സഭയെക്കുറിച്ച് ഒരു നല്ല നിർവചനം ഉണ്ട്. ഡിവിഷൻ കൊടുത്തിട്ടുണ്ട്. ദ ചർച്ച് മിലിറ്റന്റ് ആൻഡ് ദ ചർച്ച് ട്രയംഫന്റ് എന്ന രണ്ട് വാക്കുകൾ. പോരാടുന്ന സഭ, അതുപോലെ തന്നെ വിജയശ്രീലാളിതയായ സഭ എന്ന് പറയുന്നുണ്ട്. പോരാടുന്ന സഭ എന്നത് ദൃശ്യലോകത്തിൽ കാണുന്നതായ സഭയെക്കുറിച്ച് പറയുന്നതാണ്. അദൃശ്യലോകത്തിൽ ഈ സഭയുടെ പൂർണ്ണരൂപമുണ്ട് കാണണം. പൂർണ്ണരൂപം അദൃശ്യലോകത്തിലുണ്ട്. അവിടെ ഉള്ളത് വിജയിച്ചവരാണ്. വിജയിച്ച ആളുകൾ ഇങ്ങനെ നിലനിൽക്കുകയാണ്. ഞാൻ ഈ പ്രിയപ്പെട്ട നമ്മുടെ സ്മര്യപുരുഷനെ നാം ഇപ്പൊ കാണുമ്പോൾ ഞാനിങ്ങനെ വെറുതെ ഇന്നത്തെ വിശുദ്ധ കുർബാനയിൽ വെറുതെ അവിടെ നിന്ന് നോക്കുമായിരുന്നു അദ്ദേഹം എവിടെയാണ് നിൽക്കുന്നതെന്ന്. മനോഹരമായ ഒരു കാഴ്ചയാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. പുതുപ്പള്ളിപ്പള്ളിയുടെ പടിവാതിൽ വന്നിരിക്കുന്ന ഒരു സാധാരണ മനുഷ്യനെ കാണുന്നു. കേരളത്തിന്റെ 50 വർഷത്തെ അധികമുള്ള MLA എന്ന നിലയ്ക്കും കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന നിലയ്ക്കും സമൂഹത്തിന്റെ ഒരു പരിഷ്കർത്താവ് എന്ന നിലയ്ക്കും അദ്ദേഹത്തിന്റെ സ്ഥാനങ്ങൾ അദ്ദേഹം എവിടെയാണ് നിലനിർത്തിയത് എന്നത് അറിയാതെ വിശുദ്ധ ബലിപീഠത്തിന് മുമ്പാകെ നിന്നപ്പോൾ ഇന്ന് ഓർക്കുകയുണ്ടായി. ഇപ്പോൾ അദ്ദേഹം നിൽക്കുന്നത് എവിടെയാണ്? പാമ്പാടി ദേറായിൽ വിശുദ്ധ ബലി ആരുമില്ലാതെ വന്ന് എന്ന് പറഞ്ഞാൽ ജനക്കൂട്ടത്തിന്റെ മധ്യേ നിന്ന് അദ്ദേഹത്തിന് ആരാധന പൂർണ്ണമായി പങ്കെടുക്കാൻ ഒക്കുകയില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. കാരണം എവിടെ നിന്നാലും അദ്ദേഹം ജനത്തിന്റെ ചുറ്റുവട്ടത്തിലാണല്ലോ നിൽക്കുന്നത്. അങ്ങനെ ഒരു മനുഷ്യന് നേരെ ചൊവ്വേ ആരാധിക്കുക ചിലപ്പോൾ പ്രയാസമായി മാറും. അതുകൊണ്ട് തന്നെ അദ്ദേഹം ദൈവത്തെ നേരെ ഒന്ന് വിളിക്കുവാൻ വേണ്ടി പ്രത്യേകമായ സമയം കണ്ടെത്തി പാതിരാത്രിക്ക് പാമ്പാടി ദേറായിൽ വന്ന് അന്നത്തെ മാനേജരായിരുന്ന ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന മത്തായി റമ്പാച്ചിനോട് പറഞ്ഞ് വിശുദ്ധ കുർബാന അർപ്പിച്ച് അനുഭവിച്ച് കടന്നു പോകുന്ന തന്റെ സ്ഥാനത്തെ യഥാസ്ഥാനപ്പെടുത്തുന്ന ഒരു ഉമ്മൻചാണ്ടിയെ ഞാൻ ഇപ്പോഴും കാണുകയാണ്. അവിടുത്തെ പാമ്പാടി തിരുമേനി അദ്ദേഹത്തിന്റെ വിവാഹ കൂദാശ നടത്തിയൊരു ദേവാലയമാണ് അതെന്നതുകൊണ്ട് പാമ്പാടി തിരുമേനിയുടെ പെരുന്നാളിലും പാറാട്ടുമാർ യുവാനിയോസ് തിരുമേനിയുടെ പെരുന്നാളിലും യോഹന്നാൻ റമ്പാച്ചന്റെ ഓർമ്മയ്ക്കും കൃത്യമായി അവിടെ എത്തി ആരാധനയിൽ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിൽ പങ്കെടുത്ത് തന്റെ സാന്നിധ്യത്തെ ഉറപ്പുവരുത്തുന്ന, അത് വലിയ മുഖ്യമന്ത്രിയായിരുന്ന സമയത്തും അല്ലാത്ത സമയത്തും ജീവിതത്തിന്റെ അവസാനം വരെ ഏറ്റവും അവസാനം ചികിത്സയ്ക്ക് പോകുന്നതിന് മുമ്പ് ദേറായിൽ വന്ന് തൈലാഭിഷേകം സ്വീകരിച്ച് വിശുദ്ധ കുർബാന അനുഭവിച്ച് കടന്നുപോയ ഒരു മഹാനുഭാവിയാണ് അദ്ദേഹം. ഞാനിത് പറഞ്ഞതിന്റെ അർത്ഥം, ഇപ്പോൾ വിജയശ്രീലാളിതനായി ദൈവസന്നിധിയിൽ ശോഭിക്കുന്നു. അതൊരു മനോഹര കാഴ്ചയാണ്. ഇവിടെ ആരാധനയിൽ നിൽക്കുന്ന എല്ലാവരും നിങ്ങൾ നിങ്ങളുടെ ജാതിയോ മതമോ വർഗമോ വർണ്ണമോ ഒന്നും നോക്കണ്ട, മനസ്സുകൊണ്ടൊന്ന് കാണുക അദ്ദേഹത്തിന്റെ സ്ഥാനം ഇപ്പോൾ എവിടെയാണ്. ദൈവസന്നിധിയിൽ അതിമനോഹരമായി വിരാജിക്കുന്ന
അതിമനോഹര രൂപം. അത് നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭൂമിയിലെ ജീവിതത്തിലെ ചില അദ്ദേഹത്തിൻ്റെ ചേഷ്ടകളും മറ്റു കാര്യങ്ങളൊക്കെ വെച്ച് തന്നെ നോക്കിയാൽ മതി. കർത്താവിനോടും എങ്ങനെയായിരിക്കും അദ്ദേഹം ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നാം കാണേണ്ട ഒരു വളരെ അദൃശ്യ രൂപത്തെ ദൃശ്യമാക്കി മാറ്റേണ്ട ഒരു കാര്യമാണ്. വെളിപാട് പുസ്തകത്തിൽ വെള്ള നിലയെങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോല പിടിച്ച് നിൽക്കുന്ന വിശുദ്ധ ജനത്തെക്കുറിച്ച് വളരെ ഭംഗിയായി പറയുന്നു. പുതുപ്പള്ളിപ്പള്ളിയിലെ ഓശാന പെരുന്നാളിന് വന്ന് പള്ളിയുടെ പടിവാതിൽ ഒരു കയ്യിലൊരു കുരുത്തോലയും പിടിച്ചു നിൽക്കുന്ന ഉമ്മൻചാണ്ടി ഇപ്പോൾ സ്വർഗത്തിൽ കർത്താവിന്റെ സന്നിധിയിൽ ഒരു നല്ല കുരുത്തോല പിടിച്ച് അതിമനോഹര രൂപിയായി നിൽക്കുന്നു. ഇന്നലെ തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന്റെ ഒരു മെഴുക് പ്രതിമ സ്ഥാപിച്ചത് ഉദ്ഘാടനം ചെയ്തപ്പോൾ തന്റെ സഹധർമ്മിണിയും മകളായ മറിയവും മകനായ കൊച്ചുചാണ്ടിയും അവിടെ പോയി അത് കണ്ടു എന്നത്, അവരവിടെ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ദൃശ്യം നമ്മളെല്ലാവരും കണ്ടതാണ്. ജീവിക്കുന്നത് പോലെ നിൽക്കുന്ന ഒരു മനോഹര രൂപം. അതിന് ശില്പി ആരായാൽ പേരെനിക്കറിയാമല്ല. അദ്ദേഹത്തെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. കയ്യിലൊരു ചെറിയ പേപ്പറും മറുകൈയിലൊരു പേനായും പിടിച്ചു നിൽക്കുന്ന ഉമ്മൻചാണ്ടി, ആ രൂപത്തിന്റെ മുമ്പിൽ ഒരു ഭൂമിയിൽ അത് ജീവനില്ലാത്ത ഒരു പ്രതിമയാണെങ്കിൽ പോലും ചില ജീവൻ തുടിക്കുന്ന ഓർമ്മകളെ നൽകുന്ന ഒരു മനോഹര പ്രതിമയായി ഞാനതിനെ കാണുകയാണ്. അതുകൊണ്ട് വിജയിച്ച സഭയിൽ വിജയശ്രീ ലാളിതനായി അദ്ദേഹം ശോഭിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഇവിടെ നിൽക്കുന്ന വൈദികർ, മെത്രാപ്പോലിത്തമാർ, രാഷ്ട്രീയ നേതാക്കന്മാർ, അതുപോലെ തന്നെ ദൈവജനം, നമുക്ക് ഒരു തീരുമാനമെടുക്കാം. എന്തെങ്കിലുമൊക്കെ നന്മകൾ ഈ ഭൂമിയിൽ ചെയ്ത് ജീവിച്ച്, ആര് വിമർശിച്ചോട്ടെ, കുഴപ്പമില്ല. വിമർശിക്കുന്നത് അതൊരു ക്രിയേറ്റീവായിട്ട് മാത്രം നാം എടുക്കുകയും നന്മകൾ മാത്രം ചെയ്ത് ജീവിക്കാനായിട്ടൊരു പ്രതിജ്ഞ എടുത്ത് ചെയ്താൽ ഈ ഓർമ്മയുടെ മനോഹാരിത അതിൻ്റെ പൂർണ്ണതയിലെത്തും എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. ദൈവം തൻ്റെ വലതുഭാഗത്തിരിക്കുന്ന മശിയാതമ്പരാനോട് ചേർന്ന് നിൽക്കുന്ന വിശുദ്ധയുടെ വലിയ ഗണത്തിൽ ഒരു മനോഹര പുഷ്പമായി ഈ പ്രിയപ്പെട്ടവനെ സ്വീകരിച്ച് സ്ഥിരമായി നിർത്തട്ടെ എന്ന് ബലഹീനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട മറിയാമ്മ ഉമ്മൻ ആന്റിയെയും അച്ചുവിനെയും മറിയെയും ചാണ്ടിയമ്മനെയും കുഞ്ഞുമക്കളെയും എല്ലാവരെയും കുടുംബങ്ങളെയും ഈ പ്രിയപ്പെട്ടവന്റെ സഹോദരങ്ങളെയും കുടുംബങ്ങളെയും എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.